Page number 26. At my slightest movement, the snake would strike me. എന്താ, ഞാൻ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്താൽ പാമ്പെന്നെ കൊത്തും. ഡെത്ത് ലാക്ക്ഡ് 4 inches away. മരണം ഒരു 4 അടി മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു. സപ്പോസ് ഇറ്റ് സ്ട്രാക്ക്, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇപ്പോൾ പെട്ടെന്ന് ഈ പാമ്പ് കടിച്ചാൽ ഇദ്ദേഹം എന്ത് മെഡിസിനാണ് എടുക്കേണ്ടത്. ദെയർ വെയർ നോ മെഡിസിൻസ് ഇൻ ദ റൂം. അയ്യോ, ഇവിടെ മരുന്നൊന്നും ഇല്ല. ഐ വാസ് ബട്ട് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ഞാനൊരു പാവം വിഡ്ഢിയായ ഡോക്ടറാണ്. കാരണം എന്താ, ഞാനൊരു ഹോമിയോ ഡോക്ടർ ആയിട്ട് പോലും ഒരു പാമ്പ് കുത്തിയാൽ എടുക്കാനായിട്ട് ഉള്ള ഒരു മരുന്ന് എൻ്റെ റൂമിൽ ഇല്ല. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. ഞാൻ എൻ്റെ ആ എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ മറന്നിട്ട് ഞാൻ എന്നെ ഓർത്ത് ഞാൻ തന്നെ ഒന്ന് ചിരിച്ചു. 16ാമത്തെ പാരഗ്രാഫ്. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ് ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. പാമ്പ് പതുക്കെ പാമ്പിൻ്റെ തലയൊന്ന് തിരിക്കുന്നു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. പാമ്പ് കണ്ണാടിയിൽ കൂടെ നോക്കുകയാണ്, പാമ്പിൻ്റെ രൂപം തന്നെ നോക്കുന്നു. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ. എനിക്ക് തോന്നുന്നില്ല ആദ്യമായിട്ടായിരിക്കും ഒരു പാമ്പ് കണ്ണാടി കൂടെ ഈ പാമ്പിൻ്റെ രൂപം കാണുന്നത്. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ പാമ്പ് കണ്ണാടി കൂടെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇനി ഈ പാമ്പിങ്ങനെ നോക്കിയിരിക്കാൻ കാരണം എന്താ, ഇനി സ്വന്തമായിട്ട് ഈ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ? അതായത് കുറച്ച് മുമ്പ് ഈ ഹോമിയോ ഡോക്ടറും സൗന്ദര്യം ആസ്വദിച്ചായിരുന്നല്ലോ, അതുപോലെ ഇനി പാമ്പും സൗന്ദര്യം ആസ്വദിക്കുമായിരിക്കുമോ? വാസ് ഇറ്റ് ട്രൈയിങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് എ മുസ്റ്റാഷ് ഓർ യൂസിങ് ഐഷോഡ ആൻഡ് മസ്കാര. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇനി എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടമായിരിക്കാം. എങ്ങനെയുള്ള തീരുമാനം? താടി അല്ലെങ്കിൽ മീശ കുറച്ച് വളർത്തണം, അല്ലെങ്കിൽ ഐഷാഡോ ഇടണം, അതും അല്ലെങ്കിൽ ഒരു മസ്കാരയൊക്കെ യൂസ് ചെയ്യണം, ഓർ വെയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്, ഒരു പൊട്ട് തൊടണം. അങ്ങനെയൊക്കെ എന്തെങ്കിലും സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഈ പാമ്പ് ചിന്തിക്കുകയായിരിക്കാം. ഇതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം അനങ്ങാൻ പറ്റില്ല, അനങ്ങിയാൽ പാമ്പ് കുത്തും. അതുകൊണ്ട് പാമ്പ് എന്തെങ്കിലും ചെയ്യുന്നത് വരെ അനങ്ങാതെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പേജ് നമ്പർ 27, 17th പാരഗ്രാഫ്. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ? ഈ പാമ്പിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഇത് ആൺ പാമ്പാണോ പെൺ പാമ്പാണോ ഒന്നും അറിയില്ല. ഐ വിൽ നെവർ നോ, ഫോർ ദ സ്നേക്ക് അൺവൂണ്ട് ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാവ്. എന്താണ് ഐ വിൽ നെവർ നോ? എനിക്കൊന്നും ഒരിക്കലും അറിയാനും സാധിക്കില്ല. ദെൻ ഈ സ്നേക്ക് അൺവൂണ്ട് ഇറ്റ് സെൽഫ്, ഒരു അപകടവും അല്ലെങ്കിൽ ഒരു മുറിവും ഉണ്ടാക്കിയില്ല. ഫ്രം മൈ ആം, അതായത് കയ്യിൽ മുറിവുകളൊന്നും ഉണ്ടാക്കാതെ തന്നെ സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാവ്, പതുക്കെ എഴഞ്ഞ് എൻ്റെ മടിയിൽ വന്ന് ഇരുന്നു. ഫ്രം ദെയർ ഇറ്റ് ക്രെപ്റ്റ് ഓൺ ടു ദ ടേബിൾ ആൻഡ് മൂവ്ഡ് ടുവേർഡ്സ് ദ മിറർ. അവിടെ നിന്ന് എൻ്റെ മടിയിൽ നിന്നും എങ്ങോട്ട് പോയി? പതുക്കെ എഴഞ്ഞ് ടേബിളിൽ കയറി. ആൻഡ് മൂവ്ഡ് ടുവേർഡ്സ് ദ മിറർ, കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി ഇരുന്നു. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. ഒരുപക്ഷെ എന്തിനായിരിക്കും? കുറച്ചും കൂടെ അടുത്ത് ഈ പാമ്പിന് സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. 18th പാരഗ്രാഫ്. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. പെട്ടെന്ന് തന്നെ ഞാനൊരു മനുഷ്യനായി മാറി. അതായത് ചോരയും മാംസവുമൊക്കെയുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ പെട്ടെന്ന് മാറി. കാരണം എൻ്റെ ശരീരത്തു നിന്നും പാമ്പ് ഇഴഞ്ഞ് ടേബിളിലേക്ക് പോയി. ഇനി എനിക്ക് എന്തും ചെയ്യാം. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രീത്ത്,
അപ്പോഴും ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നു. ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. ഞാൻ പതുക്കെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. ഐ ക്വയറ്റ്ലി വെൻ്റ് ഔട്ട് ത്രൂ ദ ഡോർ ഇൻ ടു ദ വരാന്ത. പതുക്കെ ഡോറിൽ കൂടി, അതായത് കതക് തുറന്ന് പുറത്തേക്ക് വരാന്തയിലേക്ക് ചെന്നു. ഫ്രം ദെയർ ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. അതായത് ഫ്രം ദെയർ ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ്, ഞാൻ പതുക്കെ മുറ്റത്തേക്ക് ചാടി. ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്, എനിക്ക് പറ്റാവുന്ന അത്രയും സ്പീഡിൽ ഞാൻ അവിടുന്ന് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. 19th paragraph. Few, each of us heaved a sigh of relief. All of us lit beadies. Some asked doctor if your wife very fat. Then ആ സംഭവം കഴിഞ്ഞു. അതായത് പാമ്പ് റൂമിൽ തന്നെ ഉണ്ടായി. ഡോക്ടർ റൂമിൽ നിന്നും ഇറങ്ങി ഓടി. ദെൻ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈച്ച് ഓഫ് us heaved a sigh of relief. അപ്പോൾ കഥ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരു ദീർഘനിശ്വാസം അനുഭവിക്കുന്നു. ഓൾ ഓഫ് us lit beadies. എല്ലാവരുടെയും ചുണ്ടിൽ ഓരോ ബീഡിയൊക്കെ ഉണ്ട്. സംബഡി ആസ്ഡ്, ചിലർ ചോദിച്ചു, ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? നിങ്ങളുടെ വൈഫ് ശരിക്കും തടിച്ചിട്ടാണോ എന്ന് ചിലർ ചോദിക്കുന്നു. നോ, ദ ഡോക്ടർ സെഡ്, ഗോഡ് വിൽഡ് അതർവൈസ്. അല്ല, ദൈവം വിധിച്ചത് മറ്റൊന്നാണ്. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ. വളരെ നേർത്ത അല്ലെങ്കിൽ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. സമ്മൺ എൽസ് ആസ്ക്ഡ്, മറ്റു ചിലർ ചോദിച്ചു, ഡോക്ടർ വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? ഡോക്ടർ, നിങ്ങൾ ഓടിയപ്പോൾ ആ പാമ്പ് നിങ്ങളെ ഫോളോ ചെയ്തോ എന്ന് മറ്റു ചിലർ ചോദിക്കുന്നു. 20th paragraph. The doctor replied, I ran and ran till I reached a friend's house. എൻ്റെ കൂട്ടുകാരൻ്റെ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തുന്നത് വരെ ഞാൻ ഓടി. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈസെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്. അതായത് ഐ സ്മിയർഡ് ഓയിൽ, അതായത് വേർത്ത് കുളിച്ചു ഞാൻ. ദെൻ അപ്പോൾ തന്നെ ഞാനൊന്ന് വേർത്ത് കുളിച്ചു. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്, ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ദെൻ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട് 8:30, പിറ്റേ ദിവസം ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്കും ഐ ടുക്ക് മൈ ഫ്രണ്ട് ആൻഡ് 1 or 2 other to my room to move my things from there. പിറ്റേ ദിവസം തന്നെ എൻ്റെ സുഹൃത്തും മറ്റ് 1-2 പേരുമായിട്ട് ഞാൻ എൻ്റെ റൂമിലെത്തി. അവിടെ നിന്ന് എൻ്റെ തിങ്സ്, അതായത് എൻ്റെ സാധനങ്ങളെല്ലാം എടുക്കുവാൻ വേണ്ടിയിട്ട് 2-3 പേരെ കൂടി ഞാൻ കൂട്ടി. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് എ ലിറ്റിൽ ടു ക്യാരി. പക്ഷേ എനിക്ക് മനസ്സിലായി, എനിക്ക് അധികമൊന്നും അവിടെ നിന്ന് എടുക്കാനില്ല. സം തീവ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. ഏതോ കള്ളന്മാർ വന്ന് കയറി എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവരും എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ ബാലൻസ് കിട്ടിയുള്ളൂ. കാരണം എന്താ, പാമ്പ് വന്നപ്പോൾ കതക് തുറന്നിട്ടിട്ടാണ് ഓടിയത്. ആ സമയത്ത് കള്ളന്മാർ വന്ന് ഉള്ളത് അവരും എടുത്തുകൊണ്ട് പോയി. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ റൂം ക്ലീൻ ആക്കി കൊടുത്തു. ബട്ട് നോട്ട് റിയലി, ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. പക്ഷേ എന്താണ്, ആ കള്ളൻ ഒരു കാര്യം മാത്രം അവിടെ ഒഴിച്ചിട്ടു. അതായത് ഒരു ഇൻസൾട്ട് പോലെ, എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം മാത്രം ആ കള്ളൻ എടുക്കാതെ പോയി. എന്ത് സാധനം എടുക്കാതെ പോയെന്നറിയോ? വാട്ട് വാസ് ദാറ്റ് ഐ ആസ്. സോ അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് താങ്കൾ എടുക്കാതെ പോയത്? ദ ഡോക്ടർ സെഡ് മൈ വെസ്റ്റ് ദ ഡേർട്ടി വൺ. എന്താ എടുക്കാതെ പോയത്? എൻ്റെ അണ്ടർവെയർ. ദ ഡേർട്ടി വൺ, ഏറ്റവും മുഷിഞ്ഞ അണ്ടർവെയർ മാത്രം അവിടെ ഇട്ടിട്ട് പോയി. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലെൻലിനെസ്. ഭയങ്കര വൃത്തിയുള്ള കള്ളനാണെന്നാണ് തോന്നുന്നത്. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ദെൻ അദ്ദേഹം ചോദിക്കുകയാണ്, ആ റാസ്കലിന് അതൊന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നന്നായിട്ട് കഴുകി, സോപ്പൊക്കെ ഉപയോഗിച്ചൊന്ന് കഴുകി, വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണമെങ്കിൽ അവനത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. അവനത് മാത്രം അവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് പോയി. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? അപ്പം മറ്റൊരാൾ ചോദിക്കുകയാണ്, നീ വീണ്ടും പിറ്റേ ദിവസം ആ പാമ്പിനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. ദ ഡോക്ടർ ലാഫ്ഡ്.
എന്നിട്ട് ചിരിച്ചോണ്ട് പറയാണ്, ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. ഇതുവരെ പിന്നെ ഞാൻ ആ പാമ്പിനെയും കണ്ടിട്ടില്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൻ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. ആ പാമ്പ് എന്തിനു വന്നതാണ്? സ്വന്തമായിട്ട് പാമ്പിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പിന്നീട് ഇതുവരെ ഞാൻ ആ പാമ്പിനെ കണ്ടിട്ടുമില്ല എന്ന് അദ്ദേഹം പറയും. എല്ലാവർക്കും മനസ്സിലായ ഒരു ഫണ്ണിയസ്റ്റ് സ്റ്റോറി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഓൾറെഡി പേജ് നമ്പർ 25 8th ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ഓൾറെഡി എഴുതിയിരുന്നു. അപ്പം 9th മുതൽ 15th വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക, ബുക്കിലേക്ക് എഴുതി വയ്ക്കുക, എന്നിട്ട് അയച്ചു തരിക. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ടു ഓൾ.